എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ആഴ്ചയിലെ കലാപരിപാടിയിലേക്ക് സ്വാഗതം. പിന്നെ ഞാൻ നേരത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ പനിയായിരുന്നു എനിക്ക്. ഇപ്പം എൻ്റെ സൗണ്ട് ബെറ്റർ ആയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഈ ആഴ്ചയിൽ നമ്മൾ നോക്കാൻ പോണ ഹോളിവുഡിനകത്ത് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള പുതിയ പുതിയ മൂവീസ്, സീരീസ്, ഇതിൻ്റെയൊക്കെ പുതിയ അപ്ഡേറ്റ്സ്, ന്യൂസ്, ലീക്സ്, കാര്യങ്ങൾ എന്തൊക്കെ തന്നെയാണെന്നാണ് നമ്മൾ ഈ ആഴ്ചയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തന്നെ. എനിക്കറിയാം നമുക്ക് രണ്ടുപേർക്കും ടൈമൊന്നുമില്ല അധികം വേസ്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെ. അതുകൊണ്ട് തന്നെ കൂടുതൽ ലാഗ് അടുപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ ഏറ്റവും ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് ചോദിച്ചിട്ട് ആമസോൺ പ്രൈം വീഡിയോസിന്റെ ഒറിജിനൽ സീരീസ് ആയിട്ടുള്ള ബോയ്സിന്റെ സീസൺ 4 ഒരു ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടു നോക്കുക. എത്രത്തോളം പുതിയ ബ്ലഡ് ആൻഡ് ഗോറും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ബോയ്സിലെ പിള്ളേർ ചെയ്യുന്നതും അതുകൂടാതെ നമ്മുടെ സെവൻസിലെ പിള്ളേർ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഒരിക്കൽ കൂടി നമ്മുടെ ബുച്ചറായിട്ടുള്ള കുറേ മാസ് ഡയലോഗ് പറയുന്നതും ഹോംലാൻഡർ ആസ് യൂഷ്വൽ ഹോംലാൻഡർ സ്റ്റഫ് കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം നമുക്ക് ട്രെയിലറിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കിടിലൻ സീസൺ ആകട്ടെ എന്ന് തന്നെ നമുക്ക് സീസൺ 4ലേക്ക് തന്നെ നമുക്കൊരു ശുഭാപ്തി പ്രതീക്ഷയും നമുക്ക് കൊടുക്കാം. അത് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് നേരെ DC യൂണിവേഴ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. DC എക്സ്റ്റെൻഡഡ് യൂണിവേഴ്സിൽ നിന്ന് ഇപ്പോൾ അടുത്തിടെയാണ് സത്യം പറഞ്ഞാൽ DC യൂണിവേഴ്സിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് DC എക്സ്റ്റെൻഡഡ് യൂണിവേഴ്സിൻ്റെ തലപ്പത്തിരുന്നിട്ടുണ്ടായിരുന്ന മറ്റാരുമല്ലായിരുന്നു, സാക്ക് സ്നൈഡർ തന്നെ ആയിരുന്നു. ആൻഡ് റീസെൻ്റ്ലി സാക്ക് ജെയിംസ് ഗണ്ണിൻ്റെ പുതിയ DC യൂണിവേഴ്സിനെ കുറിച്ചൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായതെന്ന് പറഞ്ഞാൽ ജെയിംസ് ഗണ്ണ് കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങളല്ല ജെയിംസ് ഗണ്ണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമ്മൾ DCയെ കുറിച്ചിട്ട് DC കോമിക്സിലെ ക്യാരക്ടേഴ്സിനെ വെച്ച് എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ തന്നെ അത് കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ സാക്ക് സ്നൈഡർ പറയാൻ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പുള്ളി തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പറഞ്ഞത് ബാറ്റ്മാന് കിൽ പോളിസിയുടെ ഒരു ആവശ്യമില്ലെന്ന്. ബാറ്റ്മാൻ സത്യം പിന്നെ എല്ലാവരും പോയി കൊല്ലണമെന്ന്. അത് ഭയങ്കര കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിരുന്നല്ലോ അല്ലേ? എനിക്ക് ആ ഒരു ലോജിക്കാണ് എനിക്ക് എന്താണെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പോലും പറ്റാത്തൊരു കാര്യം തന്നെ. സോ അതുകൂടാതെ തന്നെ നമുക്ക് ജെൻ കാർലോ എസ്പെറ്റീസോട് പുതിയൊരു ക്യാരക്ടറിനെ, അതായത് ഒരു മാർവൽ ക്യാരക്ടറിനെ കുറിച്ചിട്ടുള്ളൊരു അപ്ഡേറ്റ് ജെൻ കാർലോ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനെ ഭയങ്കര വലിയൊരു മേജർ ക്യാരക്ടറായിട്ട് തന്നെ മാർവൽ കാസ്റ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പക്ഷെ അത് എന്ത് ക്യാരക്ടറാണെന്നൊന്നും പുള്ളിക്കാരൻ ഒബ്വിയസ്ലി നമ്മളോട് ആരോടും പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഭയങ്കര വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നൊരു ക്യാരക്ടറാണെന്ന് തന്നെയാണ് ജെൻ കാർലോ നമ്മളോട് ഇപ്പോൾ ഏകദേശം ടീസ് ചെയ്ത് തന്നിട്ടുള്ളത് തന്നെ. നമുക്കറിയാം പുള്ളിക്കാരൻ്റെ കിഡിലനായിട്ടുള്ള ബ്രേക്കിംഗ് പാനിലെ ഗസ് ഫ്രിങ്ങിൻ്റെ റോളും കാര്യങ്ങളെല്ലാം നമ്മൾ ഓരോരുത്തരും കണ്ടാൽ തന്നെയായിരിക്കും. സോ ഏത് റോളിലേക്കായിരിക്കും മാർവൽ ജെൻ കാർലോയെ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയായിരിക്കും. ചിലപ്പോൾ പുതിയ ഗ്യാങ് ആയിരിക്കും, പറയാൻ പറ്റില്ല. കാരണം അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു കൺഫർമേഷൻ ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ലാത്തത് തന്നെയാണ്. അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ക്യാപ്റ്റൻ അമേരിക്കയുടെ ദ ബ്രേവ് ന്യൂ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുതിയൊരു സിനിമ അവർ കുറേ നാളായിട്ട് അവർ ഹൈപ്പ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. സോ നമുക്ക് അതിൻ്റെ ഏകദേശം ഒഫീഷ്യൽ എന്നുള്ള രീതിയിൽ തന്നെ അതിനകത്തുള്ള ഫാൽക്കൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതാണ് ആ ഒരു ലുക്ക്. ആൻഡ് ഇത് സത്യം പറഞ്ഞാൽ മാർവൽ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടില്ല, നമുക്ക് പല ലീക്സിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ ആക്ച്വലി ഈ ഒരു ലുക്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുവാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കാണേണ്ട റെഡ് ഹൾക്കിനെയാണ്. കാരണം നമുക്ക് ചെറിയൊരു ടീസ് മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു റെഡ് ഹൾക്കിനെ അവർ മൊത്തത്തോടെ സ്ക്രാപ്പ് ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ. സോ നമുക്ക് എന്താണെങ്കിലും നോക്കാം ഇനി പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ തന്നെ. സോ ഇനി നമുക്ക് നെറ്റ്ഫ്ലിക്സിന്റെ കുറച്ച് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് പോകാം. മറ്റൊന്നുമല്ല, വിച്ചർ സീരീസിനെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ്. നമുക്കറിയാം ഹെൻറി കാവിൽ ഇനി എന്താണെങ്കിലും വിച്ചറിനകത്തുള്ള ആ ഒരു ഗെറാൾഡ് ഓഫ് റിവിയ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ചെയ്യാൻ പോകുന്നില്ല. സോ ഇപ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് സീസൺ 4 വിച്ചറിൻ്റെ ആ ഒരു ഷൂട്ടിങ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആൻഡ് നെറ്റ്ഫ്ലിക്സ് വിചാരിക്കുന്ന അവർ സീസൺ 5ഓടെ ഈ ഒരു സീരീസ് വൈൻഡപ്പ് ചെയ്യുമെന്നാണ് അവർ എന്താണെങ്കിലും ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് തന്നെ തോന്നുന്നില്ല ഫാൻസ് തന്നെ ഇനി പോയി കാണുമെന്ന് എനിക്ക് എന്താണെങ്കിലും പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. സോ അതിന് ശേഷം നമ്മൾ ഇനി മാർവലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. വീസ്നി സ്നൈപ്സ് ആയിരുന്നു ഒറിജിനലി ബ്ലേഡ് എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ മാർവലിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെ. ആൻഡ് അതൊരു R-rated ആയിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. ആൻഡ് നമുക്ക് റീസെൻ്റ്ലി ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വീസ്നി സ്നൈപ്സ് ബ്ലേഡ് ആയിട്ട് തിരിച്ച് മാർവലിലേക്ക് വരും എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് എങ്ങനെയാണ് പുള്ളിക്കാരൻ വരുന്നതെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഡെഡ് പൂൾ ആൻഡ് വോൾവറിൻ സിനിമയിൽ കൂടി തന്നെയാണ് പുള്ളിക്കാരൻ വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ആ സിനിമയ്ക്കകത്ത് കുറേയധികം രീതിയിലുള്ള കമിയോസ് നമുക്ക് എന്താണെങ്കിലും ലഭിക്കുന്നത് തന്നെയാണ്. സോ അതിലൊരു കമിയോ ആയിട്ട് നമുക്ക് എന്താണെങ്കിലും ബ്ലേഡിനെ ലഭിക്കും. ആൻഡ് ജസ്റ്റ് ഒരു കമിയോയ്ക്ക് വേണ്ടി മാത്രമല്ല പുള്ളിക്കാരൻ വരുന്നത്. ടോബി മെക്യോറോ, ആൻഡ്രൂ ഗാർഫീൽഡും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ പുള്ളിക്കും പറയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഈ ഒരു ഒറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല വരുന്നത്, ഇനി വരാൻ പോണ എല്ലാ മാർവൽ സിനിമയ്ക്കകത്തും എൻ്റെ ഒരു ഇമ്പാക്റ്റും കൂടി അവിടെ ഉണ്ടാവും എന്നാണ് നമുക്ക് എന്താണ് ബിസിനസ് ഓ മൈ ഗോഡ് എന്താണ് ഇയാളുടെ പേര്, വീസ്നി സ്നൈപ്സ് നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുള്ളൊരു കാര്യവും തന്നെ. ആൻഡ് ഇനി നമുക്ക് എക്സ്മാൻ്റെ, അതായത് മാർവലിൻ്റെ വെർഷൻ ഓഫ് എക്സ്മാൻ സിനിമയുടെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്.
അത്രയ്ക്ക് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റും കൂടിയല്ല. അത് ഞാൻ ആദ്യം നിങ്ങളോട് പറയാം. അതായത് എന്ന് പറഞ്ഞാൽ അവർ നല്ലൊരു സ്ക്രിപ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക തന്നെയാണ്. നല്ലൊരു സ്ക്രിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണെങ്കിലും ഒഫീഷ്യലായിട്ട് മാർവലിൻ്റെ എക്സ്മാൻ സിനിമകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇപ്പോൾ അടുത്തൊന്നും പ്രതീക്ഷിക്കരുത്, ഒരു 5, 6, 7 വർഷം കഴിഞ്ഞിട്ടേ സിനിമ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു കാര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള ന്യൂസ് അപ്ഡേറ്റ് വീഡിയോയ്ക്കകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ പഴയ മാർവലിൻ്റെ ബ്ലേഡിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ട് തന്നെ നമുക്ക് എന്താണെങ്കിലും പുതിയ മാർവലിൻ്റെ ബ്ലേഡ്, അതായത് മാർഷൽ അലിയുടെ വേർഷൻ ഓഫ് മാർവലിൻ്റെ ബ്ലേഡിനെ കുറിച്ച് കുറച്ചധികം ഇൻഫോർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അറിയാവുന്ന തന്നെയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഒരു നല്ല രീതിയിൽ തന്നെ അല്ലായിരുന്നു അത് പോയിക്കൊണ്ടിരുന്നത് തന്നെ. കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ് മാർഷൽ അലിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ആദ്യം അവർ വിചാരിച്ചു അതായത് ഇതൊരു എന്താ പറയുക പാസ്റ്റിൽ വെച്ച് സെറ്റ് ചെയ്തേക്കുന്ന ഒരു സിനിമയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവർ പറഞ്ഞു ഇത് പാസ്റ്റ് ഒന്നും അല്ല, ഇത് ഫ്യൂച്ചർ ആണെന്ന്. പിന്നെ അതിന് ശേഷം അവർ വീണ്ടും പറഞ്ഞു ഇത് പാസ്റ്റ് ആണ്, അല്ല അത് ഇനി പിന്നെയും പറഞ്ഞത് ഫ്യൂച്ചറാണ്. ഫൈനലി അവരൊരു കാര്യത്തിൽ എന്തായാലും എത്തിച്ചേർന്നേക്ക് തന്നെയാണ് ഫ്യൂച്ചറാണ് കാണിക്കാൻ പോകണമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് അതുകൂടാതെ തന്നെ ഈ ഒരു സിനിമയ്ക്കകത്ത് നിന്ന് നമുക്ക് എന്താണ് മാർവലിൻ്റെ മിഡ് നൈറ്റ് സണ്ണിൻ്റെ ഒരു കണക്ഷനും കൂടി ലഭിക്കും എന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ഇനി എന്നായിരിക്കും സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ ഒന്നുമല്ല, 2026 സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. അതാണ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ള ഒരു കൺഫർമേഷൻ ബ്ലേഡ് സിനിമയെക്കുറിച്ച് തന്നെ. ഡിലേസിന്റെ കാര്യങ്ങൾ പറഞ്ഞ് വെറുപ്പിക്കുമ്പോൾ അതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. മൂൺ നൈറ്റിന്റെ സീസൺ 2 കുറിച്ച് നമുക്കൊരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം ഇപ്പോൾ അതിൻ്റെ ഒരു റിലീസ് ഡേറ്റ് പ്ലാൻ ചെയ്തേക്കുന്നത് 2025 എൻഡിങ് അല്ലെങ്കിൽ 2026 സ്റ്റാർട്ടിങ് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. മറ്റൊരു ഡിലേ അല്ലാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി നമുക്ക് നേരെ നമ്മുടെ തോറിന്റെ ഏറ്റവും പുതിയ സിനിമയെ കുറിച്ചുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് സംസാരിക്കാം. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് തോറ് നായകനല്ല, വില്ലനാണ്. അപ്പം അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമയുടെ പേര് ഫ്യൂരിയോസ എന്ന് തന്നെയാണ്. മെയ് 23 സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് മാഡ് മാക്സിൻ്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ട് വരുന്ന ഒരു സിനിമ തന്നെയാണ്. ആൻഡ് റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിനകത്ത് ക്രിസ് ഹെംസ്വർത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ഇതുവരെ പുള്ളിക്കാരൻ്റെ കരിയറിൽ ചെയ്തിട്ടുള്ളതിലേക്ക് വെച്ച് തന്നെ ഏറ്റവും കിഡിലനായിട്ടുള്ളൊരു ആക്ഷൻ സീക്വൻസ് ആണ് ഈ ഒരു സിനിമയ്ക്കകത്തുള്ളത്. ത്രൂ ഔട്ട് ആക്ഷനാണ് ലാസ്റ്റത്തെ 20-25 മിനിറ്റ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് ക്രിസ് ഹെംസ്വർത്ത് പറഞ്ഞിട്ടുള്ളത് തന്നെ. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് നേരത്തെ ഇറങ്ങിയ മാഡ് മാക്സ് സിനിമയെക്കാളും പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പുള്ളിക്കാരൻ്റെ കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന മാഡ് മാക്സ് സിനിമയുടെ ഒരു പ്രീക്വൽ ആയിട്ടാണ് ഫ്യൂരിയോസ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഫ്യൂരിയോസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറിയും കൂടി തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് നമുക്ക് ലഭിക്കുന്നത് തന്നെ. സോ ക്രിസ് ഹെംസ്വർത്ത് തന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഹൈപ്പ് ചെയ്യുന്നുണ്ട്. എന്താണെങ്കിൽ പുള്ളിക്കാരൻ ഒരു കാര്യം കൂടി എസ്പെഷ്യലി എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ലവ് ആൻഡ് തണ്ടറിനേക്കാളും 10 times ബെറ്റർ ആയിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഏകദേശം റാഗ്നറോക്കിന്റെ ലെവൽ പ്രതീക്ഷിക്കാം എന്നൊക്കെ തന്നെയാണ് ഹെംസ്വർത്ത് അണ്ണൻ പറയുന്നത്. നമുക്ക് നോക്കാം. മെയിൽ എന്തായാലും ഈ മാസം ലാസ്റ്റ് സിനിമ ഇറങ്ങുന്നുണ്ട്. സിനിമ ഇറങ്ങിക്കുമ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം ഉണ്ട് നമ്മുടെ അണ്ണൻ പറഞ്ഞതിന്റെ ആ ഒരു സത്യാവസ്ഥ എന്നുള്ളൊരു കാര്യം തന്നെ. സോ ഇനി നമുക്ക് നമ്മുടെ ഡെഡ് പൂളിന്റെ ന്യൂസ് സെഗ്മെന്റിലേക്കാണ് നമുക്ക് കിടക്കാം. അതിനകത്ത് ആദ്യം തന്നെ എടുത്ത് പറയേണ്ട കാര്യം, കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തന്നെയായിരുന്നു, ഡെഡ് പൂൾ സിനിമയ്ക്ക് ഒത്തിരി രീതിയിലുള്ള റീഷൂട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളൊരു കാര്യം. അത് സത്യം പറഞ്ഞാൽ മെയിൻ സ്റ്റോറിയിലേക്ക് വേണ്ടിയിട്ടുള്ള റീഷൂട്ട് അല്ല. മെയിൻ സ്റ്റോറി അവർക്ക് എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക തന്നെയാണ്. പക്ഷേ റീഷൂട്ട് അവർ ചെയ്തിട്ടുള്ള കമിയോസിന് വേണ്ടി തന്നെയാണ്. അത് ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് വിസ്നി സ്നീപ്സിൻ്റെ ആ ഒരു ബ്ലെയിഡിൻ്റെ ക്യാരക്ടറിനെ വരെ നമുക്ക് എന്താണെങ്കിലും ഈ ഒരു സിനിമയുടെ കമിയോസിൽ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല ഇതേപോലെ തന്നെ ഒത്തിരി ക്യാരക്ടേഴ്സ് നമുക്ക് കമിയോ ആയിട്ട് ലഭിക്കുക എന്നുള്ളൊരു കാര്യത്തിൽ ഏകദേശം അവർ നമ്മളെ കൺഫേം ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, റീസെൻ്റ്ലി റിയാൻ റെനോൾഡ്സ് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഡെഡ് പൂൾ സിനിമയെക്കാളും കൂടുതൽ ഡെഡ് പൂളിനെ ഈ ഒരു സിനിമയ്ക്കകത്താണ് കാണാൻ പോകുന്നത്. ഇത് തികച്ചും ഒരു ഡെഡ് പൂളിൻ്റെ സിനിമയാണ്, അല്ലാതെ വൂൾവറിൻ്റെ സിനിമയല്ലെന്നാണ് റിയാൻ റെനോൾഡ്സ് പറയുന്നത് തന്നെ. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഹ്യൂ ജാക്ക്മാൻ മറ്റൊരു കാര്യം പറയാൻ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്രയും കാലം ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂം ഇടാതെ പോയിട്ടുണ്ടായിരുന്നത്, 20th Century Fox എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു കോസ്റ്റ്യൂം തന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക് എന്താണെങ്കിലും ഹ്യൂ ജാക്ക്മാൻ്റെ ഭാഗത്ത് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുള്ളത് തന്നെ. അതായത് ഈ ഒരു യെല്ലോ കോസ്റ്റ്യൂം ഇട്ടിട്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. ഹ്യൂ ജാക്ക്മാൻ ഞാൻ എന്തുകൊണ്ട് നേരത്തെ ഇത് ഇട്ടില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമേ പുള്ളിക്കാരൻ്റെ മൈൻഡിലുള്ളൂ. പുള്ളിക്കാരന് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. വൺ പോലെ തന്നെയായിരുന്നു ഈ ഒരു കോമിക് ബുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള വൂൾവറിൻ്റെ ആ ഒരു കോസ്റ്റ്യൂം തന്നെ. ഇനി ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോണേ. യെസ്, ഡെഡ് പൂൾ ആൻഡ് വൂൾവറിൻ സിനിമയുടെ ഒരു ഒഫീഷ്യൽ സിനോപ്സിസ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് എന്താണ് ആ ഒരു ഒഫീഷ്യൽ സിനോപ്സിൽ കൂടി സ്റ്റോറിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമയുടെ പ്ലോട്ട് ഏകദേശം പോകുന്നത് ഇത് തന്നെയായിരിക്കും. അതായത് ഡെഡ് പൂളിൻ്റെയും വൂൾവറിൻ്റെയും ആ ഒരു കെമിസ്ട്രി നമുക്ക് ത്രൂ ഔട്ട് സിനിമയിൽ കാണാൻ കഴിയും. പക്ഷെ അവർ സിനിമയ്ക്കകത്ത് മോസ്റ്റ്ലി എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന
മാർവൽ സിനിമകൾ, അതായത് അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ, തോർ റാഗ്നറോക്ക്. കാരണം ട്രെയിലറിനകത്തൊക്കെ നമ്മൾ ആ ഒരു ടി വിയുടെ ആ ഒരു റൂമിലേക്ക് പോകുമ്പോഴത്തേ ആ ഒരു ടി വിക്കകത്ത് പല സിറ്റുവേഷൻസ് അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട്. സോ ഈ സിറ്റുവേഷൻസിലേക്കൊക്കെ ഇവർ രണ്ടുപേരും പോയിട്ട് അത് റീലീവ് ചെയ്യുന്നത് തന്നെയാണ് സിനിമയുടെ മെയിൻ സിനോപ്സിസ് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്കിപ്പോൾ ലീക്കിൽ കൂടി നമുക്ക് മനസ്സിലാകാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇത് എന്തുകൊണ്ടാണ് ഞാൻ കൺഫേം ചെയ്ത് ഞാൻ നിങ്ങളോട് പറയണതെന്ന് വെച്ചാൽ, ഇത് ലീക്കായ പിന്നെ ഡയറക്റ്റ് മാർവൽ പോയി എല്ലാവരും ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ലീക്ക് ചെയ്ത സാധനങ്ങൾ എല്ലാവരും മൊത്തത്തോടെ ഇൻ്റർനെറ്റിൽ നിന്ന് തൂത്ത് തുടച്ച് കളയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, കാരണം അതിനകത്ത് എന്തെങ്കിലും ഒരു സത്യമുള്ളത് കൊണ്ട് മാത്രമായിരിക്കുമല്ലോ അവർ സത്യം പറഞ്ഞാൽ അത് മൊത്തത്തോടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുള്ളത് തന്നെ. ഇല്ലെങ്കിൽ ചുമ്മാ ഒരു തിയറി ആണെങ്കിൽ ആർക്കും പോയി അത് ഡിലീറ്റ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. സോ എന്താണെങ്കിലും നമുക്ക് പഴയ സിനിമകൾ ഈ ഒരു സിനിമ കൊണ്ട് റീലീവ് ചെയ്യാൻ പറ്റും. ആ ഒരു മൂമെൻറ്റിലേക്ക് ഇവർ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം എൻഡ് ഗെയിമിലെല്ലാം നമ്മൾ കണ്ടാണ് അവർ ടൈം ട്രാവൽ ചെയ്ത് പോകുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടി എക്സ്റ്റെൻസീവ് ആയിരിക്കും. അങ്ങനെ തന്നെയാണ് നമുക്കതാണ് കമിയോ കാണാൻ സാധിക്കുന്നത്. മിക്കവാറും ഇങ്ങനെ വയ്ക്കുന്ന RDJ തിരിച്ചു വരാൻ സാധ്യത വളരെ കൂൾ തന്നെയാണ്. ഞാൻ എക്സൈറ്റഡ് തന്നെയാണ് ആ ഒരു തോട്ട് തന്നെ ആലോചിക്കുമ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ ഈ ആഴ്ചത്തെ മൂവി ന്യൂസ് കാര്യങ്ങളുടെയൊക്കെ കലാപരിപാടിയൊക്കെ അവസാനിച്ചിരിക്കുക തന്നെയാണ്. പക്ഷേ എന്നാലും ലേറ്റ് ആയിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസ് പോലെ തന്നെയാണ്. യെസ്, അവഞ്ചേഴ്സ് 5 കുറിച്ച് നമുക്ക് ഫൈനലി ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. സോ അതും കൂടി ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാവുന്നത് തന്നെയാണ്. സോ എന്താണ് ആ ഒരു അപ്ഡേറ്റ് എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, അവഞ്ചേഴ്സ് 5 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് മാർവലിൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് രണ്ടാമത്തെ കാര്യം, സിനിമയുടെ സ്ക്രിപ്റ്റ് അവർ ഫൈനലി കൺഫേം ചെയ്ത് വച്ചേക്കുക തന്നെയാണ്. ആൻഡ് റീസെൻ്റ്ലി അതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് കറണ്ട് കാസ്റ്റ് ചെയ്തേക്കുന്ന എല്ലാ ആക്ടേഴ്സിനും അവർ എല്ലാവർക്കും മെയിൽ സെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ ഷെഡ്യൂൾസ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി തന്നെ. കാരണം ഏതൊരു ആക്ടർ ഒരു സിനിമയ്ക്കകത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ അവരൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്യും. കാരണം ഇത്രയും നാൾ ഞാൻ ഓരോ പ്രൊജക്റ്റ് വേണ്ടി വർക്ക് ചെയ്തോളാം എന്നുള്ളൊരു കാര്യം. അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഞാൻ വേറെ പ്രൊജക്റ്റിലേക്കൊന്നും പോകില്ല. സോ അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒരു മെയിൽ സെൻഡ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ നമുക്ക് എന്താണെങ്കിലും പ്രതീക്ഷിക്കാം അടുത്ത് തന്നെ അവരെന്താണെങ്കിലും അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്കിലേക്ക് കടക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് നമുക്കൊരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സോ അവഞ്ചേഴ്സ് 5 നിങ്ങൾ എക്സൈറ്റഡ് ആണോ? ഇപ്പോൾ അത് ക്യാങ് ഡൈനാസ്റ്റി എന്നല്ല പറയുന്നത്, ജസ്റ്റ് അവഞ്ചേഴ്സ് 5 എന്ന് മാത്രം തന്നെയാണ്. മിക്കവാറും ഒരു സീക്രട്ട് വാർസ് പാർട്ട് 1 പാർട്ട് 2 ആക്കി കൊണ്ടുപോകാനാണ് സാധ്യത കൂടുതലെന്നാണ് നമുക്ക് ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനിൽ മനസ്സിലാക്കാനും കഴിഞ്ഞിട്ടുള്ളത് തന്നെ. സോ ഇതെല്ലാം തന്നെയാണ് ഈ ആഴ്ചയിലെ ന്യൂസ് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കാനുള്ളൊരു കാര്യങ്ങൾ തന്നെ. സോ നിങ്ങൾ ഇതിനകത്ത് എന്തിനു വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ന്യൂസാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതെ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്കും ഷെയറും ചെയ്യാതെ തന്നെയാണ്. ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് എന്താണ് ഡിസ്ലൈക്ക് ചെയ്യാതെ തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.